ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 20. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തുവന്ന് അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി അവൻ, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അത് എന്നോട് പറവിൻ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകനെന്ന് ഉറച്ചിരിക്കുകൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട്, എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്നുത്തരം പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ഞാനിത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു. അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു. അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ പ്രിയപുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നെഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്നു പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞുവെന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികയിൽ തന്നെ അവൻ്റെ മേൽ കൈവപ്പാൻ നോക്കി. എങ്കിലും ജനത്തെ ഭയപ്പെട്ടു. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞുപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിൻ്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ, അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന്, കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അടുത്തുവന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചുപോയാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശെ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. ഔവണ്ണം 7 പേരും ചെയ്ത് മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും.
7 ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പു ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു, നീ പറഞ്ഞത് ശരി എന്നുത്തരം പറഞ്ഞു. പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. എന്നാൽ അവൻ അവരോട്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്നരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവെന്ന് വിളിക്കുന്നു. പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ തൻ്റെ ശിഷ്യന്മാരോട്, നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും.